بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين سيدنا ونبينا ومولانا محمد وعلى آله وأصحابه وأتباعه إلى يوم الدين أما بعد. മഹാനായ ഇമാം ഗസാലി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രചന, മാസ്റ്റർ പീസ് എന്നെല്ലാം പുതിയ ലോകത്തനുസരിച്ച് പറയാൻ പറ്റുന്ന ഗ്രന്ഥമാണല്ലോ ഇഹ്യാ ഉലൂമുദ്ദീൻ. ഇമാം ഗസാലി ഏറ്റവും പ്രശസ്തനായി തീർന്നതും ഈ ഗ്രന്ഥത്തിലൂടെയാണ്. അദ്ദേഹത്തിൻ്റെ 10 വർഷത്തെ ജനങ്ങളുമായി കൂടി കലരാതെയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, 10 വർഷത്തോളം അദ്ദേഹം കറങ്ങി നടന്നു, ജനങ്ങളുമായി സഹവാസമില്ലാതെ. വനവാസം എന്ന് പറയാൻ പാടില്ലെങ്കിലും അദൃശ്യനായി അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു. ആ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന പരിശുദ്ധമായ ഗ്രന്ഥം എഴുതിയത്. ഇമാം ഗസാലിയെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തസവൂഫ്, പിൻഗാമികളായി വന്നവരുടെ സൂഫി മാർഗത്തിൽ നിന്നും കുറെ വ്യത്യസ്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സലഫുസാലിഹ്യങ്ങളും ഖലഫുസാലിഹ്യങ്ങളും ഉള്ളതുപോലെ സൂഫി മാർഗത്തിൽ മഹാന്മാരായ സലഫികളായ സൂഫികളുമുണ്ട്, സലഫികളായ സൂഫികളുമുണ്ട്. ഇമാം ഗസാലി ഉൾപ്പെടെയുള്ളവർ സലഫികളായ സൂഫികളിൽപ്പെട്ടവരാണ്, അഥവാ സലഫി സാലിഹ്യങ്ങളെ പിൻപറ്റുന്നവരാണ്, സലഫികളായ സൂഫി വര്യന്മാരെ പിൻപറ്റുന്നവരാണ്. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു, മഅറൂഫുൽ കറഖി റളിയല്ലാഹു അൻഹു, സിരിയ്യു സിഖ്തി റളിയല്ലാഹു അൻഹു, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, മൈമൂനത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ, ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു, അബൂബക്കർ ശിബിലി റളിയല്ലാഹു അൻഹു, ഇങ്ങനെയുള്ള മുൻഗാമികളായ ഇമാം ഹസൻ ബസരി റഹിമഹുല്ലാ, ഇവരെല്ലാം തന്നെ മുൻഗാമികളായ സലഫികളായ സൂഫി വര്യന്മാരിൽപ്പെട്ടവരാണ്. അതേ ശൈലിയാണ് ഇമാം ഗസാലിയും സ്വീകരിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ മുൻഗാമികളായ സൂഫികളുടെ ഗണത്തിൽ തരീഖത്തും തരീഖത്തിന്റെ വിവിധ ഭാഗങ്ങളും ആ ഒരു ചർച്ച നമുക്ക് കാണാൻ കഴിയില്ല. ഇമാം ഇബ്നു ഇബ്രാഹിം അദ്ഹം റഹിമഹുല്ലാ, അദ്ദേഹം റഈസു സാഹിദീൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. പിൻഗാമികളായ സൂഫി വര്യന്മാര് അവരുടെ ആ സൂഫി ശൈലിയിൽ സ്വീകരിച്ച ചില ഇസ്തിലാഹിയായ പദങ്ങൾ ഈ മുൻഗാമികളുടെ ചർച്ചയിൽ നമുക്ക് കാണാൻ കഴിയില്ല അവരുടെ ജീവിതത്തിൽ. ഉദാഹരണമായി ഈ അബ്ദാല്, കുത്തുബ്, ഗൗസ് ഇതുപോലുള്ള പ്രയോഗങ്ങൾ മുൻഗാമികളിൽ നമുക്ക് കാണാൻ കഴിയില്ല. അബ്ദാല് ഹദീസിൽ വന്നത് തന്നെയാണ്. എൻ്റെ ഉമ്മത്തുകളിൽ എല്ലാ കാലഘട്ടത്തിലും 40ഓളം അബ്ദാലുകൾ ഉണ്ടായിരിക്കും എന്ന ഒരു ഹദീസല്ല, ഒന്നിലധികം ഹദീസുകൾ വന്നിട്ടുണ്ട്. കുത്തുബ്, ഗൗസ് അതുപോലുള്ള പ്രയോഗങ്ങൾ പിന്നീട് ഈ സലഫികളായ സൂഫി വര്യന്മാരുടെ കാലശേഷം ഉണ്ടായതായിട്ടാണ് മനസ്സിലാവുന്നത്. മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനെ സംബന്ധിച്ച് കുത്തുബുൽ അക്താബ് എന്ന് പറയപ്പെടാറുണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹുവിനെ കുറിച്ച് കുത്തുബുൽ അക്താബ് എന്ന് പറയപ്പെടാറുണ്ട്. സയ്യിദ് അഹമ്മദ് ബദവി റഹിമഹുല്ലയെ കുറിച്ച് കുത്തുബുൽ അക്താബ് എന്ന് പറയപ്പെടാറുണ്ട്. ഇബ്രാഹിം ദുസൂഖിയെ കുറിച്ച് കുത്തുബുൽ അക്താബ് എന്ന് പറയപ്പെടാറുണ്ട്. ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരിയെ കുറിച്ച് കുത്തുബുൽ അക്താബ് എന്ന് പറയപ്പെടാറുണ്ട്. ഇവരെല്ലാം കുത്തുബുകളാണ്, കുത്തുബുൽ അക്താബ് ആണെന്നെല്ലാം പറയപ്പെടാറുണ്ട്. ആ ഒരു ശൈലി മുൻഗാമികളിൽ നമ്മൾ കാണുന്നില്ല. മുൻഗാമികളുടെ സൂഫി ശൈലിയിൽ ഈമാനിനും ഇബാദത്തിനും കൂടുതൽ പ്രാമുഖ്യം നൽകിക്കൊണ്ട് യജമാനനായ അള്ളാഹുവിനെ കണ്ടുമുട്ടേണ്ട വഴി എങ്ങനെയാണ്, അവനിലേക്ക് എങ്ങനെയാണ് എത്തുക, അത്തരം ചർച്ചകളാണ് അവിടെ നടന്നത്. ഇബാദത്ത് തന്നെ ഇബാദത്ത്, അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴി, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത, മുറാഖബ, ദിക്റുകൾ, ഇതെല്ലാം മുൻഗാമികളുടെ തസവുഫിൽ നമുക്ക് കാണാൻ കഴിയും. ആ ഒരു ശൈലി സ്വീകരിച്ചാണ്
പിന്നെ പിൻഗാമികൾക്കും ഇതെല്ലാം ഉണ്ടെങ്കിലും നേരത്തെ പറഞ്ഞതുപോലുള്ള ചില പ്രത്യേക കാര്യങ്ങൾ അവർ ഇസ്തിലാഹായി സ്വീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവുകൾ തേടി നടക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം. ഒരു വ്യത്യാസം പറഞ്ഞു എന്ന് മാത്രം. മഹാനായ ഇമാം ഗസ്സാലി റളിയല്ലാഹു തആല അൻഹുവിന്റെ കിതാബുകളിൽ ഒരു സ്ഥലത്തും കുത്തുബ് എന്ന പ്രയോഗം കാണുന്നില്ല, ഗൗസ് എന്ന പ്രയോഗവും കാണുന്നില്ല. അള്ളാഹുവിലേക്ക് എത്താനുള്ള വഴികളാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സൂഫി ഗ്രന്ഥങ്ങൾ കുറെ അധികം ഉണ്ടല്ലോ, നമ്മൾ 2 പഠിക്കുകയും ചെയ്തു. അതിൽ അയ്യുഹൽ വലതു എന്ന് പറയുന്ന ഖുലാസത്തു തസാനീഫ്, അതിന്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ഒരു മുറബിയായ ഷെയ്ഖിന്റെ അനിവാര്യതയെ കുറിച്ച് പറയുന്നുണ്ട്. നിന്റെ റൂട്ട് ശരിയാകണമെങ്കിൽ, പാരത്രിക ലോകത്തിലേക്കും അള്ളാഹുവിന്റെ മഹബത്തിലേക്ക് നിനക്ക് എത്തണമെങ്കിൽ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സിൽസില ബന്ധപ്പെട്ട മുറബിയായ ഒരു ഷെയ്ഖിനെ നീ തേടിപ്പിടിക്കണം. അദ്ദേഹത്തിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ, അദ്ദേഹത്തിന്റെ ഹിദായത്തിന്റെ ദർശനങ്ങൾ, അതിലൂടെ വേണം നിനക്ക് നീ ചരിക്കുവാൻ. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ് അയ്യുഹൽ വലദിന്റെ അവസാനത്തിൽ. ഒന്നും കൂടെ എടുത്തു നോക്കുന്നത് നന്നായിരിക്കും. അത് ആവശ്യമാണ് എന്നതിൽ കവിഞ്ഞ് മറ്റ് നേരത്തെ പറഞ്ഞ ഈ കുത്തുബ് പോലുള്ള ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥം വളരെ ആലോചിച്ച് ചിന്തിച്ച് എഴുതിയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരു 10 വർഷത്തെ അദ്ദേഹത്തിന്റെ തനിച്ചുള്ള ജീവിതം, ഒറ്റയ്ക്കുള്ള ജീവിതം, ഏകാന്ത ജീവിതം, ആ ഏകാന്ത വാസകാലത്താണ് അദ്ദേഹം അത് എഴുതിയത്. ഒരുപാട് ആലോചിച്ചും ചിന്തിച്ചുമാണ് അദ്ദേഹം എഴുതിയത്. മറ്റ് ഗ്രന്ഥങ്ങളെ പോലെ അല്ല ഇതിന്റെ പോക്ക് തന്നെ. അദ്ദേഹം ഈ കിതാബിനെ 4 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ഇഹ്യാ ഉലൂമുദ്ദീനെ 4 ഭാഗങ്ങളായി, 4 റുബുകൾ. ഒരു റുബുഖ് എന്ന് പറഞ്ഞാൽ 4 4 റുബുഖ് കൂടുമ്പം കാമിലായി ഒരു വസ്തു. ഒരു വസ്തുവിന്റെ 4 അംശം, 4 കൂടെ കൂടുമ്പോൾ 1 അദ്ദേഹം ഈ കിതാബിനെ 4 റുബുഖുകളായി തിരിച്ചിട്ടുണ്ട്. ഓരോ റുബുഖുകളിലും പല കിതാബുകളും അദ്ദേഹം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബുഖാരി ഷരീഫിന്റെ പ്രത്യേകത എന്താണ്? കുറെ കിതാബുകളുണ്ട്. ഓരോ കിതാബിലും കുറെ അധികം ബാബുകളുണ്ട്. ആ ബാബുകളിൽ ഫസലുകളുണ്ട്. ഇങ്ങനെയാണല്ലോ കിതാബുകളുടെ രചന. ഫിഖഹിന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാണ്. ഇമാം ബുഖാരി ഓരോ കിതാബും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇമാം ഗസ്സാലി റഹ്മഹുല്ലാഹ് തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഓരോ കിതാബും തുടങ്ങുന്നത് ഹംദും ബിസ്മിയും ഹംദും സ്വലാത്തു സലാം എല്ലാം പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. ഇമാം ബുഖാരി ഞാൻ പറഞ്ഞല്ലോ 4 റുബുകളുണ്ടെന്ന്. റുബുൽ ആദാത്ത്, റുബുൽ ഇബാദാത്ത്, റുബുൽ മുഹ്ലിക്കാത്ത്, റുബുൽ മുൻജിയാത്ത്. ഇങ്ങനെ 4ആയിട്ടാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ തിരിച്ചിരിക്കുന്നത്. റുബുൽ ഇബാദാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇബാദത്തുമായി ബന്ധപ്പെടുന്ന ചർച്ചകളാണ്. അതിൽ ഒരു 10ഓളം ബാബുകൾ അതിലുണ്ട്. റുബുൽ ആദാത്ത് മനുഷ്യന്റെ സാധാ ജീവിതം എങ്ങനെയാകണം അതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. റുബുൽ മുഹ്ലിക്കാത്ത് മനുഷ്യന്റെ ആത്മീയ ജീവിതത്തിന് ഹാനികരമായ കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഭാഗമാണ് റുബുൽ മുഹ്ലിക്കാത്ത്. അതിലുമുണ്ട് കുറെ അധികം ബാബുകൾ. 4ാമത്തെ ഭാഗമാണ് റുബുൽ മുൻജിയാത്ത്. റുബുൽ മുൻജിയാത്തിൽ അള്ളാഹുലേക്ക് എത്താൻ പറ്റുന്ന രക്ഷയുടെ വഴികൾ, വിജയത്തിന്റെ വഴികൾ, അതാണ് അതിൽ വിശദീകരിക്കുന്നത് റുബുൽ മുൻജിയാത്ത്. ഈ റുബുൽ മുൻജിയാത്തിൽ നിന്നുള്ള അവസാനത്തെ കിതാബാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ദിക്റുൽ മൗത്ത് എന്ന് പറയുന്ന ഭാഗം നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതോടുകൂടി ഇഹ്യാ ഉലൂമുദ്ദീൻ തീരുകയാണ്. നമ്മൾ അതിന്റെ അവസാനത്തെ ഭാഗമാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം ഗസ്സാലിയെ സംബന്ധിച്ച് ശത്രുക്കൾ പറഞ്ഞു വരുത്തിയ അസൂയാലുക്കൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇന്നലെ പറഞ്ഞു വരുത്തിയ ഒരു വിഷയമാണ് ഇഹ്യാ ഉലൂമുദ്ദീൻ അബൂ താലിബുൽ മക്കി റഹ്മഹുള്ളയുടെ കൂത്തുൽ ഖുലൂബിന്റെ ചോരണമാണെന്ന്. അഥവാ ഇഹ്യാ ഉലൂമുദ്ദീൻ കൂത്തുൽ ഖുലൂബിൽ നിന്നും സിർക്കത്ത് ചെയ്തതാണ്, കട്ടെടുത്തതാണെന്ന് തന്നെ അർത്ഥം എന്ന് ഒരു വിഭാഗം ശത്രുക്കൾ പറഞ്ഞു വരുത്തുന്നുണ്ട്. പക്ഷേ കൂത്തുൽ ഖുലൂബ് ഇഹ്യാ ഉലൂമുദ്ദീനെ പോലത്തെ ഒരു ബസ്തായ കിതാബല്ല, ചെറിയ കിതാബാണ്. ഇഹ്യാ ഉലൂമുദ്ദീൻ 4 ജുസ് ആണല്ലോ. അതിൽപ്പെട്ട ഒരു ജുസിന് അത്രയേ ഉള്ളൂ കൂത്തുൽ ഖുലൂബ്. അതിൽ നിന്ന് എടുത്തതാണെന്നാണ്. അതിൽ നിന്ന് എടുത്താണെങ്കിലും വിഷയമില്ലല്ലോ. മഹാന്മാര് മുൻഗാമികളുടെ എടുത്ത് ഉപയോഗിക്കുന്നു.
അത് അങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കുന്നില്ലല്ലോ. ഇതിൽ കുറെ വിശദീകരണങ്ങളല്ലേ ഉള്ളത്. എന്നാലും ശത്രുക്കൾ അങ്ങനെ പറഞ്ഞു പരത്തുന്നുണ്ട്. പിന്നെ ഇന്നലെ പറഞ്ഞ പോലെ ഇമാം ഗസാലിക്ക് പിന്നെ ഹദീസ് സംബന്ധമായി കാര്യമായ ഗ്രാഹ്യതയില്ല എന്നും പറഞ്ഞു പരത്തുന്നുണ്ട്. ഒരുപാട് ഹദീസുകൾ യഹ്യാ ഉലൂമുദ്ദീനിൽ നമുക്ക് കാണാൻ കഴിയും. സഹയായ ഹദീസുണ്ട്, ഹസനായ ഹദീസുണ്ട്, ലഈഫായ ഹദീസുണ്ട്. പക്ഷെ കൂടുതലും മൗദൂഇലേക്ക് പോയിട്ട് മൗദൂആയ പലതും അദ്ദേഹം എടുത്തിട്ടുണ്ട്. സൂഫി ചിന്താഗതിക്കാർ മിക്കവാറും എല്ലാം മൗദൂഉകൾ ലഈഫുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതിന് അവർക്ക് ചില മാനദണ്ഡങ്ങളുമുണ്ട് സൂഫി വര്യന്മാർക്ക്. ഏതായാലും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബായ ഇഹ്യാ ഉലൂമുദ്ദീൻ, ആ കിതാബിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് അവസാനത്തെ ഭാഗം. അതിൽ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത്, മഹാന്മാരായ ഖുലഫാഉർ റാഷിദീങ്ങളുടെ വഫാത്ത്, പിന്നീടുള്ള പാരത്രിക ജീവിതം, അതുപോലുള്ള കാര്യങ്ങളെല്ലാം സവിസ്തരം പ്രതിപാദിച്ചതാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും പഠിക്കാനും കേൾക്കാനും വിലയിരുത്താനും അതനുസരിച്ച് അമൽ ചെയ്ത് അള്ളാഹുവിന്റെ ഉന്നതമായ വിജയം കരസ്ഥമാക്കാനും സാധുക്കളായ നമുക്ക് അള്ളാഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോമ്പരാന്റെ പ്രത്യേകമായ തൗഫീഖ് ഉണ്ടെങ്കിൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് നാളെ ബുധനാഴ്ചയുമായിട്ട് ആ ഗ്രന്ഥം നമുക്ക് തുടങ്ങാം. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിഹഖി നബിയ്യിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.